ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഒരു സ്പെഷ്യൽ വിഭവം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും ഞെട്ടണ്ട, രസമല്ല. അതിൻ്റെ സൈഡിലിരിക്കുന്ന കക്കയാണ് നമ്മളുടെ സ്പെഷ്യൽ വിഭവം. അപ്പോൾ കക്ക എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കക്ക എന്താണ്, അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ അല്ലേ. ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഒരു മീറ്റാണ് കക്ക എന്ന് പറയുന്നത്. അപ്പോൾ കക്ക നമുക്ക് എങ്ങനെ രുചികരമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അത് നല്ല കുരുമുളകൊക്കെ ചേർത്ത് നല്ലതുപോലെ ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് കക്ക തന്നെയാണ് വേണ്ടത്. അപ്പോൾ കക്കയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാന്താരി മുളകുണ്ട്, അതേപോലെ തന്നെ കുരുമുളക് പൊടിയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം അരിഞ്ഞും ചതച്ചൊക്കെ നമ്മൾ മാറ്റി വെക്കാം. ആദ്യം തന്നെ നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. അതിനുശേഷം കക്ക ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വലുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഒരു സവാള, അതായത് ഒരു സവാളയുടെ കാൽ ഭാഗം മാത്രം മതിയാവും. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, അതേപോലെ പച്ചമുളക്, കാന്താരി മുളക്, നേരിയതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. അപ്പോൾ കക്കയിലുള്ള വെള്ളം കൊണ്ടാണ് കേട്ടോ ഇത് വേകുന്നത്, അല്ലാതെ സെപ്പറേറ്റ് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ചേർത്തിരിക്കുന്ന നമ്മളുടെ മസാലക്കൂട്ടുകൾ ഇത്രയും ഉള്ളു. അപ്പോൾ ഇതിനെ ആദ്യം തന്നെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ പതിയെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കക്കയിലുള്ള വെള്ളം കൊണ്ട് മാത്രം ഇത് വെന്ത് വന്നാലും മതി. അതിനുശേഷം മാത്രം നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും നമുക്കിതിനെ മൂടി വെച്ചിട്ട് വേവിക്കാം. വെള്ളം വറ്റുന്നവരെ മൂടി വെച്ച് തന്നെ വേവിക്കാം. മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഉള്ള വെള്ളം മിസ്സാകാതെ തന്നെ വേഗമുള്ളതൊക്കെ വെന്ത് കിട്ടും. അതിനാണ് മൂടി വെക്കുന്നത്. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചീനച്ചട്ടിയിലൊക്കെ നമ്മൾ വെച്ച് കഴിയുമ്പോഴേ കണ്ടല്ലോ, ഇത് പെട്ടെന്ന് അടിയിലേക്ക് ഇറങ്ങാണ്ട് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഫുൾ ടൈം. ഇതാകുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള പ്രശ്നമില്ല. അങ്ങനെ ഇതൊന്ന് വെന്ത് വെള്ളമൊക്കെ എല്ലാം വറ്റി കഴിയുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക. ഈ സമയത്താണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമ്മളിതിനെ മൂടാനൊന്നും നിൽക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ആവുന്നത് വരെ ഇങ്ങനെ ചെറിയ രീതിയിൽ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഈ സമയത്ത് കക്ക ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് വെക്കേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സമയത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കക്ക വെറുതെ ഇങ്ങനെ കടുക് പൊട്ടുന്ന പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. അത് പൊട്ടൽ മാത്രമല്ല, പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും കക്കയൊക്കെ എന്തായാലും വെന്തൊക്കെ വരുന്നുണ്ട്. നല്ലതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഇതല്ല കേട്ടോ കളർ. ഈ കളറൊക്കെ മാറിയിട്ട് ഒരു നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോ ക്ലിപ്പിൽ കണ്ടതുപോലെ ആകണം വരാനായിട്ട്. എങ്കിൽ മാത്രമേ നല്ലതുപോലെ നമുക്ക് കർമുറ എന്ന് പറഞ്ഞ് കടിച്ച് തിന്നാൻ പറ്റുള്ളൂ. പിന്നെ കക്ക വാങ്ങുമ്പോഴത്തേക്കും വലുത് വാങ്ങാതെ ഇങ്ങനെ ചെറുത് വാങ്ങണമെന്നുണ്ടെങ്കിൽ രുചി കൂടും. വലുതാകുമ്പോഴത്തേക്കും അതിന് ഒത്തിരി രുചി ഇല്ലെന്നല്ല, രുചി ഉണ്ടാകും, എങ്കിലും അത് സോഫ്റ്റ് ആയിരിക്കും. ഇതാകുമ്പോഴത്തേക്കും കുറച്ച് ഹാർഡായിട്ടിരിക്കും. അതാകുമ്പോഴത്തേക്കും നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ കടിച്ച് തിന്നാം. ശരി, അതൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമാണല്ലോ അല്ലേ, ഏത് വാങ്ങണം, ചെറുത് വേണം വലുത് വേണം എന്നൊക്കെ. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രം. ശരി, ഈ സമയത്ത് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുരുമുളകും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇവനെ നല്ലതുപോലെ ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മളുടെ സ്പൂണ് എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരല്പം മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും അതോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക് ഇങ്ങനെ നെടുകെ പിളർന്ന് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പച്ചമുളകിൻ്റെ ആ പച്ച കളർ മാറുന്നതിന് മുമ്പേ നമുക്കിത് ഇറക്കാനുണ്ട് ഇനി. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ നമ്മളുടെ കക്ക ഫ്രൈ റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, കളറൊക്കെ മാറി ഒരു ബ്ലാക്ക് കളറൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മളുടെ പരിപാടി. ഇവനെ ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ കളറിലേക്ക് മാറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മളുടെ കക്ക ഫ്രൈ റെഡിയായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ സമയത്ത് എടുത്തൊന്ന് കഴിച്ചൊക്കെ നോക്ക്, ഉപ്പും അതേപോലെ തന്നെ എരിവൊക്കെ കറക്റ്റ് ആണോ എന്ന്. അതല്ല ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ സമയത്ത് ഉപ്പ് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കരുത്, കുറച്ച് വെള്ളത്തിൽ കലക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് ഉപ്പ് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മളുടെ കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കക്കയും ചോറും കഴിക്കുമ്പോഴത്തേക്കും കൂട്ടത്തിൽ രസമോ അല്ലെങ്കിൽ സാമ്പാറോ മോരോ, നല്ല പുളിയുള്ള മോരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. സൂപ്പറായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കക്ക ഫ്രൈ ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ഇനി കക്ക കിട്ടുന്ന എല്ലാ സമയങ്ങളിലും നമുക്കിവിടെ കക്ക കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഏത് സമയത്ത് കിട്ടിക്കഴിഞ്ഞാലും ഇതേപോലെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. ചില ആൾക്കാർ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കറിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് ഇങ്ങനെ വറ്റൽമുളകൊക്കെ ഇങ്ങനെ ഇട്ട് പച്ചമുളകും ചുവന്നുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ അല്ലു.